ആയിരുന്നുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഏതാനും ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. പുരുഷൻ്റെ വിജയത്തിന് പിൻപിൽ ഉണ്ട് എന്ന് പറയുന്ന ആ സ്ത്രീ ഒരുപക്ഷെ അമ്മയാകാം, സഹോദരിയാകാം, ഭാര്യയാകാം, അതുമല്ലെങ്കിൽ നല്ലൊരു സുഹൃത്താകാം, ആരുമായിക്കൊള്ളട്ടെ. സ്ത്രീ എന്ന പദം അവിടെ ഉപയോഗിച്ചില്ലേ, അത് തന്നെയാണ് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം. നമ്മൾ സ്ത്രീകൾ നമ്മുടെ ജീവിതത്തിൽ ആടിത്തീർക്കുന്ന വേഷങ്ങൾ ഒരുപാടുണ്ട്. അവിടെയെല്ലാം നമുക്ക് ഇന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുമുണ്ട്. ഈ പ്രതിസന്ധികൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കൂടുതലാണ് എന്ന് പറയാം. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ സ്ത്രീകൾ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ അതിനെതിരെ പോരാടണം. ഇത് ചെയ്യണമെങ്കിൽ നാം തന്നെ മുന്നിട്ടിറങ്ങണം. അതിനായി ഒരാളുടെ മുൻപിലും തോൽക്കാത്ത ഒരു നല്ല മനസ്സ് നാം നേടിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ആൺ പെൺ വ്യത്യാസമില്ലാതെ നല്ല വിദ്യാഭ്യാസം നൽകി തൻ്റെയിടത്തോടെ സ്വന്തം കാലിൽ നിൽക്കാൻ നാം അവരെ പ്രാപ്തരാക്കണം. എങ്കിൽ മാത്രമേ ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല അക്രമങ്ങളും ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വേർതിരിവിൻ്റെ കാലമെല്ലാം കഴിഞ്ഞുപോയി. ആണായാലും പെണ്ണായാലും നല്ലൊരു മക്കളാകുക, അതായിരിക്കണം നമ്മുടെ മക്കളെ നാം ലക്ഷ്യം വെക്കേണ്ടത്. ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഓരോ വാർത്തകളും നമുക്ക് ചങ്കടിപ്പോടെ അല്ലാതെ കേട്ടിരിക്കാൻ സാധിക്കുകയില്ല. ഇതിന് ഒരു അറുതി വരുത്തുകയാണ് നാം ഈ ദിനത്തിൽ ചെയ്യേണ്ടത്. അതിനായി നമ്മൾ വനിതകൾക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നേറാം. അനീതിക്കെതിരെ ശബ്ദമുയർത്തണം എങ്കിൽ പുരുഷനായി ജനിക്കണം എന്നില്ല, നട്ടിലുള്ള ഒരു സ്ത്രീയായി ജനിച്ചാലും മതി. ഇത് നമ്മുടെ ഇന്ദിരാജിയുടെ വാക്കുകളാണ്. ആ വാക്കുകളെ നമുക്ക് സ്വീകരിച്ച് ദൈവമുണ്ടാക്കിയതിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് നാം എന്ന് തിരിച്ചറിഞ്ഞ് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാം. അതിനായി നമ്മെ ഓരോരുത്തരെയും ദൈവം ശക്തരാക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.